ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC Minter മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വരാനിരിക്കുന്ന CDS2 2025 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു 90 ദിവസത്തെ ടൈം ടേബിൾ ആണ് നോക്കാൻ പോകുന്നത്. സ്റ്റഡി അവർ അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് ഒരു 7 to 8 അവേഴ്സ് ആണ്. അതുപോലെ എന്താണ്, നമ്മൾ എല്ലാ സബ്ജക്ട്സും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഡെയിലി പഠിക്കേണ്ട ഇത് പറഞ്ഞുതരാം. അതായത് ഇംഗ്ലീഷ് 1 മണിക്കൂർ പഠിക്കുക, മാത്സിനും 1 മണിക്കൂർ മാറ്റി വെക്കുക. ഒരു ദിവസത്തില് 1 മണിക്കൂർ ഇംഗ്ലീഷിനും 1 മണിക്കൂർ മാത്സിനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതുപോലെ പൊളിറ്റി ഒരു 45 മിനിറ്റ് പഠിച്ചാൽ മതിയാവും ഒരു ദിവസം. ഹിസ്റ്ററിയും ഒരു 45 മിനിറ്റ്. ഇത് നമ്മൾ ഡെയിലി കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതാണ്. ജോഗ്രഫിക്കും വേണ്ടിയിട്ടും ഒരു 45 മിനിറ്റ് വെക്കുക. എക്കണോമിക്സ് പഠിക്കാനും ഒരു 45 മിനിറ്റ്. പിന്നെ GK ആൻഡ് ഡിഫൻസ് പഠിക്കാനായിട്ട് 45 മിനിറ്റ്. 45 മിനിറ്റ് വേണമെന്നില്ല, ഒരു 30 മിനിറ്റ് ആണെങ്കിലും പഠിച്ചാൽ മതി. അതുപോലെ തന്നെ സയൻസ്, അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് പഠിക്കാനായിട്ട് ഒരു ഒന്നേകാൽ മണിക്കൂർ വെക്കുക. പിന്നെ റിവിഷന് വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ്. ഓക്കെ, ഡെയിലി സബ്ജക്ട് ഷെഡ്യൂൾ ആണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ, മാത്സിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ, പൊളിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ്, ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടും 45 മിനിറ്റ്, ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് 45 മിനിറ്റ്, എക്കണോമിക്സിനും 45 മിനിറ്റ്, GK ആൻഡ് ഡിഫൻസിന് ഒരു 30 മിനിറ്റ്, സയൻസിന് അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സിന് വേണ്ടിയിട്ട് 1.25 മണിക്കൂർ, അതുപോലെ തന്നെ ഡെയിലി റിവിഷന് വേണ്ടിയിട്ട് എന്താണ് ഒരു 30 മിനിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി സബ്ജക്ട് ഷെഡ്യൂൾ വെച്ചിരിക്കുന്നത്. ഇത് ഫോളോ ചെയ്ത് പോവുക. പിന്നെ എന്താണ് വീക്ക്ലി പ്ലാൻ. മൺഡേ ടു സാറ്റർഡേ എന്ത് ചെയ്യുക, നമ്മൾ ഡെയിലി സബ്ജക്ട് ഷെഡ്യൂൾ വെച്ചിട്ടില്ലേ, അത് ഫോളോ ചെയ്ത് പോവുക. അതിനുശേഷം സൺഡേ, ഞായറാഴ്ച എന്ത് ചെയ്യുക, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ നടത്തുക. മോക്ക് ടെസ്റ്റുകൾ മാത്രം എന്ത് ചെയ്താൽ മതി, സാറ്റർഡേസിൽ നടത്തിയാൽ മതി. അന്ന് പ്രത്യേകിച്ച് ഒന്നും പഠിക്കണമെന്നില്ല. എന്തെങ്കിലും വീക്ക് ഏരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്തി നമ്മളത് അനലൈസ് ചെയ്യുമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുക. പിന്നെ ചെറിയ രീതിക്ക് എന്താണ് നമ്മുടെ ഡിഫൻസിന്റെ ന്യൂസോ ഏതെങ്കിലും മാഗസീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, സൺഡേയിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ മൺഡേ ടു സാറ്റർഡേ നമ്മൾ ഡെയിലി സബ്ജക്ട് ഷെഡ്യൂൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സൺഡേ വരുമ്പോൾ എന്ത് ചെയ്യുക, ഒരു മോക്ക് ടെസ്റ്റ് നടത്തുക. 1-2 മോക്ക് ടെസ്റ്റുകൾ നടത്തുക. അതുപോലെ എവിടെയാണോ വീക്ക് ഏരിയാസ് ഉള്ളത് അതൊക്കെ മനസ്സിലാക്കി റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ചെറിയ രീതിക്ക് ഡിഫൻസിന്റെ ന്യൂസോ മാഗസീൻസോ ഒക്കെ വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ആഴ്ചയിൽ ചെയ്യാനായിട്ട് ഉള്ളത്. ഇനി കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. എന്ത് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും 7.5 മണിക്കൂർ ഞാൻ പഠിക്കുന്നുണ്ട്. ഡെയിലി എന്ത് ചെയ്യുക, ആ ഒരു 7.5 മണിക്കൂർ പഠിച്ച് പോവുക. പിന്നെ നമ്മൾ എല്ലാ സബ്ജക്ട്സും എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ പഠിച്ചു പോവുക. എല്ലാ സബ്ജക്ട്സും പഠിക്കുന്ന രീതിയിൽ പഠിച്ചു പോവുക. വേണ്ടവർക്ക് എന്താണ് ചേഞ്ചസ് വരുത്താം. ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകേണ്ടവർക്ക് എന്ത് ചെയ്യുക, അങ്ങനെയും പഠിക്കാം. പിന്നെ ഇങ്ങനെ പഠിച്ചു പോകുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. മാത്സിലും ഇംഗ്ലീഷിലൊക്കെ എന്ത് ചെയ്യുക, അക്യുറസിയിൽ ഫോക്കസ് ചെയ്യുക. എല്ലാം കവർ ചെയ്ത് പോവാതെ എന്ത് ചെയ്യുക, എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ എന്താണ് ഫ്ലാഷ് കാർഡ്സ്, അതായത് നമ്മുടെ ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സും ഡിഫൻസ് അഫയേഴ്സും ഒക്കെ എന്തായിട്ട് സ്റ്റേ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ഇതൊക്കെ ആയിട്ട് ഇപ്പോഴും എന്ത് ചെയ്യുക, ഒരു 1.5 വർഷത്തെങ്കിലും കറണ്ട് അഫയേഴ്സ് പഠിച്ചു വെക്കുക എക്സാമിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഒരു ഡിഫൻസിന്റെ എക്സാം ആണ്. സോ എന്ത് ചെയ്യുക, ഡിഫൻസ് കറണ്ട് അഫയേഴ്സും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി റിസോഴ്സസ് പറഞ്ഞുതരാം. നമുക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ നോട്ട്സ് കൊടുക്കുന്നത്. നോട്ട്സ് വേണ്ടവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഞാൻ നോട്ട്സിന്റെ ഡീറ്റെയിൽസ് തരാം. പിന്നെ എന്ത് ചെയ്യുക, ബേസിക്സ് ക്ലിയർ അല്ലെങ്കിൽ ആ സബ്ജക്ട്സിന്റെ ഒക്കെ എന്ത് ചെയ്യുക, NCERT തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരു 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ. 6ാം ക്ലാസ് തൊട്ട് പഠിക്കണമെന്നില്ല. ഒട്ടും ബേസിക്സ് ക്ലിയർ അല്ലാത്തവർ മാത്രം എന്ത് ചെയ്യുക, ഈ 6ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള NCERTs നോക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് എക്സാമിനായിക്കോട്ടെ PYQs നോക്കുക. എന്നാൽ മാത്രമേ ഏതൊരു പാറ്റേൺ ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഫോളോ ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, PYQs നോക്കണം. സോ എന്ത് ചെയ്യുക, PYQs എല്ലാവരും നോക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ്, അത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഒരു 1.5 വർഷത്തെയെങ്കിലും കറണ്ട് അഫയേഴ്സ് നല്ല രീതിക്ക് പഠിക്കുക. പിന്നെന്താണ്, മോക്ക് ടെസ്റ്റുകൾ നോക്കുക. ഇതൊക്കെയാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. എന്താണ്, കറണ്ട് അഫയേഴ്സ്, പിന്നെന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, NCERTs,
പിന്നെ നമ്മുടെ നോട്ട്സ് അവൈലബിൾ ആണ്, വേണമെന്നുള്ളവർ എന്ത് ചെയ്താൽ മതി, എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്താൽ ഞാൻ നോട്ട്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ കംപ്ലീറ്റ് നോട്ട്സ് കൊടുക്കുന്നത്. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. ഓരോ സബ് ടോപ്പിക്കുകൾ വീതം നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി അതായത് അവസാനത്തെ 2 ആഴ്ചത്തെ സ്ട്രാറ്റജി പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നടത്തുക. അതുപോലെ പുതിയ ടോപ്പിക്കുകളൊന്നും എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. പകരം എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, നമുക്ക് 3 മാസം ടൈം ഉണ്ടായിരുന്നു. സോ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യണം, ആ ഒരു ടൈമിൽ ടൈം മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യണം. പിന്നെ എന്താണ്, റിവൈസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ഒരു ലാസ്റ്റ് ഒരു 2 ആഴ്ച കൊണ്ട് ചെയ്യാനായിട്ടുള്ളൂ. അവസാനത്തെ 2 ആഴ്ച എന്താണ് ചെയ്യേണ്ടത്, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ടോപ്പിക്കുകളൊന്നും പഠിക്കണ്ട, പകരം എന്ത് ചെയ്യുക, പഴയ ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക, ടൈം മാനേജ്മെന്റിൽ ഫോക്കസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. ഓക്കെ, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.